ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വൗ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല വ്യക്തിയാവുക എന്നുള്ളത്. നമ്മുടെ വീട്ടിലായാലും ശരി, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ശരി. പക്ഷേ ചില സമയത്ത് ചില സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് പല തെറ്റും ചെയ്യിപ്പിക്കും. സോ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കോംപ്ലിമെൻറ്റ് യുവർ സെൽഫ്, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങളെ തന്നെ സ്വയം നിങ്ങൾ പ്രശംസിക്കുക. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ടായിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഡെയിലി റൂട്ടീനിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഏതൊരു കാര്യമാവാം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹെയർ സ്റ്റൈലായിരിക്കാം. അങ്ങനെ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കാം. നിങ്ങളെ തന്നെ സ്വയം ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റിയ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. സോ അങ്ങനെ കരുതുന്നത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കും. സോ നിങ്ങളിലുള്ള ആ ഒരു സന്തോഷം അത് മറ്റുള്ളവർക്കും കൂടെ കാണാൻ സാധിക്കും. സോ ആ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ ഒരു നല്ല വ്യക്തിയായി മാറാൻ ഈ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ദേഷ്യം എന്ന് പറയുന്നത് അത് സാധാരണ ഒരു ഇമോഷൻ തന്നെയാണ്. പക്ഷെ അത് കൂടിക്കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ടൈമിലായിരിക്കാം നമ്മൾ തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്തു പോവുക. അതുകൂടാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കും. നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും. പല റിസർച്ചിലും പറയുന്ന കാര്യമാണ്, നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതേപോലെ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ഉറക്കമില്ലായ്മ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു കാരണം കൊണ്ട്. സോ ഈ ഒരു ദേഷ്യം എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. മൂന്നാമതുള്ളൊരു കാര്യമാണ് പ്രാക്ടീസ് ഫോർഗീവ്നെസ്. ക്ഷമിക്കാനുള്ള ഒരു മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഈ ഒരു കാര്യത്തിനുള്ളത്. എന്തും ക്ഷമിക്കാനുള്ളൊരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അത് നമ്മൾ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. നല്ലൊരു വ്യക്തിയായി മാറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബി ഓണസ്റ്റ്. അതായത് ഇപ്പോൾ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാൾ, ഇനി അതല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഇനി ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് പാർട്ട്ണർ, ഇവരൊക്കെ നിങ്ങളുടെ അടുത്ത് കള്ളം പറയുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? സോ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് അവരിൽ നിങ്ങൾക്കുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും. നിങ്ങൾക്കൊരു ബെറ്റർ പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ സത്യം പറയാൻ ശ്രമിക്കുക. നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് ആരോടാണോ പറയുന്നത് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചില തോട്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ആവാം, ഐഡിയാസ് ആവാം, എന്തായാലും ശരി, ഹോണസ്റ്റ്ലി നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നല്ലൊരു വ്യക്തിയിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് അവരിലുള്ള ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവരുടെ ആ ഒരു മനസ്സ് അത് അവർക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന ടൈമിൽ അല്ലേ, നമ്മളെക്കാട്ടിയും കുറച്ചും കൂടെ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു മുത്തശ്ശിയാവാം അല്ലെങ്കിൽ മുത്തശ്ശനാവാം, ആരായാലും ശരി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കും, അവരിയ്ക്കും. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇനി അതല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ എന്തെങ്കിലും വർക്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. പല രീതിയിലായിരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചൊരു നല്ല ഇംപ്രഷൻ അവരിൽ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്താൽ ചിലപ്പോൾ അവരിൽ നിന്നായിരിക്കില്ല, മറ്റുള്ളവരിൽ നിന്നായിരിക്കാം നമ്മൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സഹായം കിട്ടുന്നത്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലിസൺ ടു അതേഴ്സ്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഒരാളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യാതെ അവർക്കും നമ്മളൊരു അവസരം കൊടുക്കുക. അവർ പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണമാണ് പൊളൈറ്റ് ആയിരിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ആരെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ അടുത്തൊരു താങ്ക്സ് പറയും. നിങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളൊരു ചെറുതായിട്ടൊരു സ്മൈൽ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. അതേപോലെ ഇപ്പം ആരെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ വിഷ് ചെയ്യുക. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയുക, ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതും അല്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ കാമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അവരുടെ അടുത്ത് ചാടിക്കയറി ഒന്നും പറയാതെ, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാതെ, വളരെ കാമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനിപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആയാലും ശരി, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളായാലും ശരി, അതും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ശരി, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ഏതൊരാളെയും. അതിൽ നമ്മളൊരു വ്യത്യാസം കാണിക്കരുത്. റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതിന് ഉള്ള ഒരു രീതി കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കൂടുതൽ പൊളൈറ്റ് ആവുക എന്നുള്ളത്.
ഇപ്പോൾ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ പല വിധത്തിലുള്ള ആളുകളുണ്ട്. ഒരുപാട് പണക്കാരനായിട്ടുള്ള ആളുണ്ട്, പാവപ്പെട്ട ആളുകളും ഉണ്ടായിരിക്കും. സോ നമ്മൾ അവരെ ഇങ്ങനെ വേർതിരിച്ച് കാണാതെ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുക. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. അങ്ങനെയൊക്കെ ആയാൽ തന്നെ ആളുകൾക്ക് നമ്മളെക്കുറിച്ചുള്ള നല്ലൊരു ഇംപ്രഷൻ അവരിലുണ്ടായിരിക്കും. അപ്പോൾ തന്നെ അവർ പറയും, അതൊരു നല്ല വ്യക്തിയാണ്, നല്ലൊരു പേഴ്സണാണ് അത്, അങ്ങനെ ഒരു വേർതിരിച്ചൊന്നും കാണുന്നില്ല, എല്ലാവരുടെ അടുത്തും സംസാരിക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെ. സോ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയായി മാറാൻ സാധിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.